വർഗവർണ്ണ വ്യത്യാസങ്ങൾ വലിച്ചെറിഞ്ഞ് രോമഹർഷ പുളകത്താൽ രോമഹർഷ പുളകത്താൽ പ്രതികാര വാഞ്ചയോടെ പ്രതികാര വാഞ്ചയോടെ പോർക്കളത്തിലേക്കു ഞങ്ങൾ പോർക്കളത്തിലേക്കു ഞങ്ങൾ ഗമിക്കയായി പോർക്കളത്തിലേക്കു ഞങ്ങൾ ഗമിക്കയായി ജനിച്ച നാടിന്റെ കീർത്തി ജനിച്ച നാടിന്റെ കീർത്തി നിലനിർത്താനായി ഞങ്ങൾ ജനിച്ച നാടിന്റെ കീർത്തി നിലനിർത്താനായി ഞങ്ങൾ മരണത്തെ പുണരുന്ന മരണത്തെ പുണരുന്ന യോദ്ധാക്കളല്ലോ മരണത്തെ പുണരുന്ന യോദ്ധാക്കളല്ലോ ഞാൻ നിയമസഭയെ പാടിയ സ്വന്തം വരികയാണ്. ഇപ്പൊ നമ്മുടെ ഈ വള്ളംകളി ഇപ്പൊ ഒരു വലിയ പ്രചാരം തന്നെയായിരിക്കും. ഇപ്പൊ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വരെ വള്ളംകളി നടക്കാം. അത് നമ്മുടെ ഒരു വള്ളംകളി എങ്ങനെ ഒരു സഹായകരമാണ്? അത് ഇപ്പോൾ CBL ആണ്, ചാമ്പ്യൻ സ്പോർട്ട് ലീഗിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ഈ മത്സരം നടക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ജലോത്സവങ്ങൾ എന്ന് പറഞ്ഞൊരു സാംസ്കാരിക കൂട്ടായി മതസൗഹാർദ്ദത്തിൻ്റെതായിട്ടുള്ള ഒരു മഹനീയതയാണ് ഇതിലൂടെ എല്ലാ സ്ഥലങ്ങളിലും വരുന്നത്. നാട്ടിൽ വാസ്തവത്തിൽ ജനങ്ങളുടെ ഒരു ഐക്യം, ഒരു കൂട്ടായ്മ, മതസൗഹാർദ്ദം ഇതെല്ലാം നിലനിൽക്കുന്നത് വാസ്തവത്തിൽ ഈ വള്ളംകളിയിലും വഞ്ചിപ്പാട്ടിലും. അത് നശിച്ചു പോകാതിരിക്കാൻ, അതിനെ പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ കാര്യമായി സഹായം നൽകേണ്ടതുണ്ട്. കേരള ഗവൺമെൻറ് ഇപ്പോൾ 1 കോടി രൂപ തരുന്നു. ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് 50 ലക്ഷം രൂപ തരികയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, 1994 10 പൈസ പോലും ജലോത്സവങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് കേരള നിയമസഭയിൽ ഇപ്പം ഞാൻ ഈ പാടിയ പാട്ട് കേരവൃക്ഷം നിറന്നാടും കേരളക്കരയിൽ നിന്ന് കേളികേട്ട കലയത്രേ ജലമേളകൾ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളൊരു വഞ്ചിപ്പാട്ടെല്ലാം പാടി. അന്ന് മുഖ്യമന്ത്രി ബഹുമാന്യനായ AK സാറിനെ ക്ഷണിച്ചതിലൂടെയാണ് 3 ലക്ഷം രൂപ ആദ്യത്തെ സ്റ്റാൻഡ്. അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിന് വേണ്ടി ഒരു ശ്രമം ഞാൻ നടത്തി. വഞ്ചിപ്പാട്ട് മത്സര ഇനമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് കലോത്സവങ്ങൾ, സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ വെച്ചാൽ 218 ഇനമുണ്ടായിട്ട് വഞ്ചിപ്പാട്ടില്ല. ഈ മഹാന്മാരായ കവികളൊക്കെ എഴുതിയ വഞ്ചിപ്പാട്ടുകൾ അന്യം നിന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ശ്രമം ഞാൻ UBCയുടെ ടീം ക്യാപ്റ്റൻ. ഒരുമാതിരിപ്പെട്ട ടീമുകളുടെ ഒരു മത്സരത്തൊഴിലൊക്കെ കണ്ടു. എന്താണ് ഒരു വിലയിരുത്തൽ? എല്ലാ വള്ളങ്ങളും ഒരേ രൂപത്തിൽ പരിശീലനം നേടിയെന്ന് ഞാൻ പറയുന്നു. അതൊരു 10 വള്ളം, എന്നാൽ ഒരു 8-10 വള്ളം നല്ല പരിശീലനം നേടിയിട്ടുണ്ട്. അതിലൊരു തീപാറുന്ന മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. പഴയകാലത്ത് UBC ഉണ്ട്, വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുണ്ട്, വില്ലേജ് ബോട്ട് ക്ലബ്ബുണ്ട്, അങ്ങനെ കാരിച്ചാലും റെഡിയാവുന്നുണ്ട്. അങ്ങനെ പല വള്ളങ്ങളും നല്ല ടീമുകളുള്ള മുതൽ ഒരേ രീതിയിലുള്ള മത്സരമായിരിക്കും. ഹീറ്റ്സ് മോശമായിരിക്കും എന്നുള്ള അഭിപ്രായം. കാരണം നറുക്കെടുപ്പിലൂടെ ഹീറ്റ്സിൽ മോശപ്പെട്ട വള്ളങ്ങളും നല്ല വള്ളങ്ങളും നറുക്കിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഫൈനൽ തീപാറുന്നതായിരിക്കും. ലൂസേഴ്സ് ഫൈനൽ തീപാറുന്നതായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ലൂസേഴ്സ് 5 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബും പടലാതിരുത്തി ബോട്ട് ക്ലബ്ബും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നത്. അത് വാസ്തവത്തിൽ ജഡ്ജസ് വിധി പറഞ്ഞപ്പോൾ സംശയം തോന്നുന്ന രൂപത്തിൽ അത്ര ഭയങ്കര മത്സരമായിരുന്നു. എന്നാൽ വള്ളങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് നിർത്തത്തില്ല. കാര്യം കുറെ കാലമായി ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് വലിയ സന്തോഷം. ഗംഭീരമായിട്ട് വള്ളങ്ങൾ നടക്കട്ടെ. അല്ല, കളക്ടർ വഞ്ചിപ്പാട്ട് പാടിയെന്നുള്ളതാണ്. അത് തന്നെയാണ്. അപ്പം നാളെ വൈകുന്നേരം ഇതുപോലെ സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ജനനിബിഡമായിരിക്കും. Thank you.